സഫലമീ ജീവിതം പ്രേമപൂർണം പാർവതിലോല നിൻ കരുണയാലേ തിരുജടയ്ക്കുള്ളിൽ ഇളകി ഉണരുന്നു ലോകധാത്രിയാം ശിവഗംഗ ലയമുണർത്തുന്നു സ്വരമുയർത്തുന്നു തുടിക്കുമുഷസ്സിൻ അഭസ്സിൽ ഉയർന്ന മൃഗമത തിലകിത സുരജനമഖിലം ശിവഗമൃത നടനധീരനത്തില്ലാനാ വീണ്ടും കട്ട ബ്ലോക്ക്. ബ്ലോക്കല്ലേ അപ്പൊ അങ്ങനെ കൊട്ടിയൂർ ടൗണില് ചളിക്കുളമായ സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് നല്ല മഴയത്താണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. നല്ല മഴയത്ത് മഴ കൊണ്ട് നിൽക്കുന്ന ഷൊന്നും അപ്പോസും കൊടയച്ചോടുന്ന അച്ഛൻ വണ്ടി വെച്ചിട്ട് ഇനി കൊട്ടിയൂർ അമ്പലത്തിലേക്ക് നല്ലോണം നനഞ്ഞു. കൊട്ടിയൂർ വന്നിട്ട് ആദ്യം തന്നെ മഴ വന്ന് നനച്ചു. പ്രകൃതിയും ദൈവവും ഒന്നാകുന്ന സ്ഥലമല്ലേ. നല്ല മഴയത്താണ് ഇനി അമ്പലത്തിലേക്ക് പോകുന്നത്. ഇപ്പം വെയിൽ വന്നു, മഴ പോയി, പക്ഷെ നമ്മൾ നല്ലോണം നനഞ്ഞു കേട്ടോ. മുഖെല്ലാം നല്ലോണം നനഞ്ഞു. ഇനി ഭഗവാനെ കാണാൻ പോകണം. കണ്ടുകൊണ്ട് മനസ്സറിഞ്ഞ് തിരഞ്ഞെടുക്കുക. വിലയിറങ്ങി വാങ്ങണം. നിങ്ങളുടെ ഇഷ്ടമാണ്. നല്ല ബ്ലോക്കാണ്. അങ്ങോട്ടേക്ക് പോകാനും ബ്ലോക്ക്, ഇങ്ങോട്ടേക്ക് വരാനും ബ്ലോക്ക്. നല്ല തിരക്കാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട്. കൊട്ടിയൂര് പ്രധാനപ്പെട്ട സാധനമായ ഓടപ്പൂ നോക്കിയാൽ കംപ്ലീറ്റ് ഓടപ്പൂ കാടകളാണ്. എറണാകുളം ഇരുമ്പനം ദേശത്തു നിന്നും വന്ന നിങ്ങൾ നോക്കിയ ഇക്കരെ കൊട്ടിയൂരുള്ള തിരക്ക് കണ്ട. വമ്പൻ തിരക്കാണ്, വമ്പൻ തിരക്ക്. സൺഡേയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ്. കൊട്ടിയൂര് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വായിക്കുന്ന ഒരു സാധനമാണ് ഓടപ്പൂവായിട്ട് പലതരം ഐതിഹ്യങ്ങളുണ്ട്. ദക്ഷൻ്റെ താടിയാന്നൊക്കെ പറയുന്നുണ്ട്. പലതരം ഐതിഹ്യമുണ്ട്. നിങ്ങൾക്ക് കൊട്ടിയൂർ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീട് കാണും. ഈ ഓടപ്പൂ മുള കൊണ്ടാണ്, മുള ഇങ്ങനെ ചീക്കിയിട്ടാണ് ഓടപ്പൂ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ അക്കരെ കൊട്ടിയൂരേക്ക് പോകുന്നതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് സൈഡായിട്ട് നിങ്ങൾക്ക് ഓടപ്പൂവിൻ്റെ കടയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇക്കരെ കൊട്ടിയൂരിൻ്റെ കവാടമാണ് നിങ്ങളെ കാണുന്നത്. തിരക്കും നിങ്ങൾക്ക് കാണാം. ഇവിടുന്ന് അങ്ങോളം തിരക്കുമാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന സൂമയത്ത് ഞാനിപ്പോൾ കാണുന്നത് IRPCൻ്റെ അന്നദാന കേന്ദ്രമാണ് കേട്ടോ. IRPCൻ്റെ അന്നദാന കേന്ദ്രമാണ്. അതായത് നമ്മൾ കൊട്ടിയൂർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ എല്ലാം അവിടെ, ബുക്ക് സ്റ്റാളിൻ്റെ എല്ലാം അവിടെ ആണ് IRPCൻ്റെ അന്നദാനം വരുന്നത്. അതായത് നമ്മുടെ ഇക്കരെ കൊട്ടിയൂരിൻ്റെ കവാടത്തിൻ്റെ നേരെ മുന്നിൽ തന്നെ അവിടെ ബുക്ക് സ്റ്റാളും പോലീസ് എയ്ഡ് പോസ്റ്റലൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെയാണ് IRPC. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ യൂത്ത് കെയറിൻ്റെ വക സൗജന്യ കാപ്പി വിതരണ കേന്ദ്രമുണ്ട്. യൂത്ത് കെയറിൻ്റെ വക IRPCൻ്റെ അന്നദാനപ്പുറത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ യൂത്ത് കെയറിൻ്റെ സൗജന്യ കാപ്പി വിതരണ കേന്ദ്രമുണ്ട്. ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ തൊട്ട സൈഡിലൂട്ട് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവാഭാരതീൻ്റെ അന്നദാന കേന്ദ്രമുണ്ട്. ഞാനിപ്പോൾ അവിടെയും പോയിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് കൊട്ടിയൂർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇഷ്ടം പോലെ കടകളുണ്ട്. അതുപോലെ തന്നെ ഫ്രീ അന്നദാനം ദേവസ്വത്തിൻ്റെ തന്നെ ഉണ്ട്. അക്കരെ കൊട്ടിയൂരുണ്ട്, ഇക്കരെ കൊട്ടിയൂരും ഉണ്ട്. പിന്നെ സന്നദ്ധ സംഘടനകളായ IRPCൻ്റെ അന്നദാനമുണ്ട്,
സേവാഭാരതീൻ്റെ അന്നദാനമുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് സേവാഭാരതീൻ്റെ അന്നദാനം കാണിച്ചു തരാം. ഈ ബസ് സ്റ്റാൻഡ് തൊട്ട് കുറച്ച് മുന്നോട്ടുള്ള ഇടത്ത് സൈഡിലുള്ള റോഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവാഭാരതീൻ്റെ അന്നദാനമുണ്ട്. എല്ലാ കൊല്ലവും ഇവിടെ തന്നെയാണ് 2 കൂട്ടരും ഈ പരിസരത്ത് തന്നെയാണ് അവരുടേതായ അന്നദാന ക്യാമ്പുകൾ നടത്താറ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി വരുന്ന വർഷവും നിങ്ങൾക്ക് ഈ പരിസരം തന്നെയായിരിക്കും IRPCൻ്റെ ആയിക്കോട്ടെ സേവാഭാരതീൻ്റെ ആയിക്കോട്ടെ അന്നദാന കേന്ദ്രം. അക്കരെ കൊട്ടിയൂരേക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തൊട്ട 2 സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബുക്ക് സ്റ്റാൾ പോലത്തെ ദേവസ്വത്തിൻ്റെ ഐതിഹ്യം വിൽക്കുന്ന കടകളുണ്ട്, ലോട്ടറി ഉണ്ട്, 20 രൂപേൻ്റെ സാധനങ്ങൾ വയ്ക്കുന്ന അങ്ങനത്തെ ഒരുപാട് കടകളുണ്ട്. ഇതാണ് ഒന്നാമത്തെ ബാവലിപ്പുഴേൻ്റെ കൈവഴി. നല്ല വെള്ളമുണ്ട്, നല്ല ഒഴുക്കുണ്ട് അവിടെ. വെള്ളം കുറഞ്ഞിട്ടുണ്ട് അല്ലേ? സപ്പോർട്ടില്ലേ? അല്ല എന്നടാ സപ്പോർട്ടാന്നോ? മുട്ടപ്പഴം അതിന് പറയാ, സപ്പോട്ട പറയുന്നല്ലോ. സപ്പോട്ട ഇവിടെ നിങ്ങൾക്ക് കുളിച്ച് ഇവിടെ ചെരുപ്പെല്ലാം കഴിച്ചു വെക്കാനുള്ള സ്ഥലമുണ്ട്, വാഹനെല്ലാം പാർക്ക് ചെയ്ത് വെക്കാൻ, അതുപോലെ കാല് കഴുകാം, കുളിക്കുന്നൊക്കെ കുളിച്ചിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യേണ്ട സ്ഥലമുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, നല്ല തണുപ്പാട്ടോ വെള്ളത്തിന്. അങ്ങനെ ഒന്നും ആചാരമൊന്നും ഇല്ല, നല്ല തണുപ്പൊക്കെ. ഏതാണ് തണുപ്പ്? ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ പോലെ ഫുൾ ചളി വെള്ളമാണ്. കിണറാണ് അത്, കിണറിന്റെ ചുറ്റും ഇങ്ങനെ കല്ലിങ്ങനെ അടുക്കി വെച്ചൊക്കെ. ഇങ്ങനെ ഒരു ആചാരം ഇവിടെ ഉണ്ടോ എന്നുള്ളത് തന്നെ എനിക്കറിയില്ല. ആ കല്ലെല്ലാം കിണറിൽ വീണിട്ട് കിണർ മൂടി പോകുമെന്നായിരിക്കറിയാം. ആരോ തുടങ്ങി വെച്ചു, അതെല്ലാവരും പാലിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടത് ആദ്യ ബാവലീന്റെ കൈവഴി. ഇതിപ്പോ ബാവലീന്റെ 2ാമത്തെ കൈവഴിയാണ് ഇനി കാണാൻ പോകുന്നത്. എല്ലാരും ഇവിടെ പരക്കിയൊക്കെ ചെരുപ്പെല്ലാം അയച്ചു വെച്ചിട്ടുണ്ട്. സൈഡിലെല്ലാം ചെരുപ്പ് നമുക്ക് സൂക്ഷിക്കേണ്ട സ്ഥലമുണ്ട്, പൈസ കൊടുത്തിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ട സ്ഥലമുണ്ട് ഇവിടെ. മണിത്തറയിലേക്കുള്ള ദർശനത്തിനുള്ള ക്യൂ ആയത് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ക്യൂ ആണ്. നല്ല ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം, നല്ല ക്യൂ ആണ്, നല്ല ഗംഭീര ക്യൂ ആണ്. അങ്ങനെ അല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് മണിത്തറ ദർശനത്തിന് അല്ലാണ്ടും ക്യൂ ചെയ്യാം. നാളെ രാത്രിയാവും. ഇതൊക്കെ ഏതാ തിരക്ക്? നല്ല തിരക്കാണ്. ഒരു 4-5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും മണിത്തറയിൽ ഡയറക്റ്റ് സ്വയംഭൂവിൻ്റെ അടുത്ത് നമ്മൾ ക്യൂ എത്തണമെങ്കിൽ. നല്ല ക്യൂ ആണ്, ഇങ്ങനെ തുടങ്ങിയ ക്യൂ ആണ്. അല്ലെങ്കിൽ നമുക്ക് ക്യൂ നിൽക്കാണ്ട് തിരുവഞ്ചിറയിൽ മാത്രം തൊഴുതിട്ട് ദൂരേന്ന് മണിത്തറ കണ്ടിട്ട് തൊഴുതിട്ട് പോയാൽ നമുക്ക് ഇതിലൂട്ടി അങ്ങ് പോയിട്ട് തൊഴാം. ഇവിടെ എല്ലാം ചെരുപ്പ്, ബാഗ്, കുട എല്ലാം വെക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം വെക്കാം. നല്ല ഒഴുക്കാണ്, നല്ല ഇതാ ഒഴുക്കില്ലേ, നല്ല ഒഴുക്കാന്ന് കേട്ടോ വെള്ളത്തിന്. അതുകൊണ്ടാണ് ഈ വേലിയെല്ലാം കെട്ടിയിട്ടില്ല, ആരെയും ഇറങ്ങാൻ വിടാത്ത. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ഇറങ്ങാം, അവിടെയും കമ്പി കെട്ടി ബ്ലോക്ക് ആക്കിയിട്ടാണ്. മണിത്തറ ദർശനം ആവശ്യമില്ലാത്തവരുടെ ക്യൂ. മണിത്തറ ദർശനം ആവശ്യമില്ലാത്ത തിരുവഞ്ചിറയിൽ നിന്ന് മാത്രം തൊഴുതിട്ട് മടങ്ങാൻ പറ്റുന്നവർക്കുള്ള ക്യൂ ആണ്. ഇങ്ങനെ നേരെ പോയിട്ടങ്ങ് അത് മണിത്തറ ദർശനത്തിനുള്ള ക്യൂ ആണ്. ഈ കാണുന്നതും മണിത്തറ ദർശനത്തിനുള്ള ക്യൂ ആണ്. വേറെ വഴി വരുന്നത് അങ്ങനെ വരും. സോറി കേട്ടോ, അത് മണിത്തറ ദർശനത്തിനുള്ളല്ല, ഇങ്ങേ സൈഡിൽ കണ്ടത്. അത് തിരിച്ച് മടങ്ങി പോകുന്നവരുടെ ക്യൂ ആണ്. അതായത് അവിടെ നിന്ന് നമ്മൾ ദർശനം എല്ലാം കഴിഞ്ഞിട്ട് അതിലൂടെ വന്നിട്ട് നമുക്ക് ഇതിലൂടെ മടങ്ങി തിരിച്ച്
ഇക്കര ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ക്യൂ ആണ്. തിരിച്ചു പോകാനും ഭയങ്കര ക്യൂ ആണല്ലോ. അതായത് നേരത്തെ മണിത്തറ ദർശനത്തിനുള്ളതല്ലേ ഞാൻ പറഞ്ഞു, അതല്ല തിരിച്ചു പോകേണ്ട ക്യൂ ആണ്. ഇതാണ് മണിത്തറ ദർശനത്തിനുള്ള ക്യൂ. നല്ല ക്യൂ ആണ്. ഒരു 5-6 മണിക്കൂർ എടുക്കും ദർശനത്തിന്. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം മണിത്തറ ദർശനത്തിനുള്ള ക്യൂവിലെല്ലാം നിന്നിട്ടാ പോകും. ഇപ്രാവശ്യം അത് നടക്കൂല. ഏതാ തിരക്ക്, തിരക്കാ. ഒന്നാമത് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പൊ ആ ക്യൂവിനെല്ലാം നിന്നിട്ട് വീട്ടിലെത്തുമ്പോൾ നേരം പോകും. നമുക്ക് ദൂരെ നിന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോവാം. സോഷ്യൽ മീഡിയ വന്നേരം ഫേമസ് ആയില്ലേ, കന്നഡ തമിഴ്നാട് ആൾക്കാരെല്ലാം ഇഷ്ടമായി. സോഷ്യൽ മീഡിയയിലൂടെ ഫേമസ് ആയില്ലേ. ഇപ്രാവശ്യം തൊട്ട് കൊട്ടിയൂർ പുതിയ റെസ്ട്രിക്ഷനൊക്കെ വന്നിട്ടുണ്ട്. തിരുവഞ്ചിറയിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും ഇപ്രാവശ്യം തൊട്ടിട്ട് അനുവദനീയമല്ല. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് തിരക്കാണ്. അതുകൊണ്ട് തന്നെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി തിരുവഞ്ചിറയിൽ, അതായത് നമ്മളിങ്ങനെ വെള്ളത്തിലൂടെ നടന്നു പോകുമ്പോൾ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അനുവദനീയമല്ല എന്ന് അവിടെ ദേവസ്വത്തിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ല ഏതാ തിരക്ക്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നപ്പോൾ തിരക്ക്. നല്ല തിരക്കാണ്. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. ഗംഭീര ക്യൂ ആണ്. മണിത്തറയിലേക്കുള്ള ക്യൂ ആണ് ഇത്. നല്ല ക്യൂ ആണ്. മരണ തിരക്കുമാണ്. 2 സൈഡിൽ നിന്നുണ്ട്. ഇതാ ഈ സൈഡിൽ നിന്ന് ഒരു ക്യൂ വരുന്നുണ്ട്, അങ്ങേ സൈഡിൽ നിന്ന് ഒരു ക്യൂ വരുന്നുണ്ട്. 2 സൈഡിൽ നിന്നും കൂടി ഭയങ്കര തിരക്കാണ്. മണിത്തറയിൽ തൊഴാതെ നമുക്ക് തിരുവഞ്ചിറ മാത്രം തൊഴുതിട്ട് പോകാനുള്ള വഴിയാണ് നമ്മൾ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നത്. അത് അങ്ങനെ വരുന്ന നമുക്ക് ഇതാ ഈ ദൂരെ നിന്ന് അവിടുന്ന് മാത്രമേ മണിത്തറയിൽ കണ്ടു തൊഴുത് പ്രാർത്ഥിക്കാൻ പറ്റൂ. മറ്റേതാകുമ്പോൾ ഈ ക്യൂ വഴി വരുന്നതാകുമ്പോൾ അടുത്തുനിന്ന് നമുക്ക് ഇവിടെ മണിത്തറ തൊഴുത് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു പ്രത്യേക അനുഭൂതി അവിടെ വരുമ്പോൾ. പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരു വിഷമം പോലെയാണ്. കണ്ട മലനിരകൾക്ക് നടുവിൽ നമ്മുടെ കൊട്ടിയൂർ പെരുമാളിന്റെ അമ്പലം. ശബരിമല കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അല്ലെ, ശബരിമലയോട് അടുപ്പിച്ച് തന്നെ ഭക്തർ വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ. ഇതാണ് നമ്മളെ മണിത്തറ സ്വയംഭൂ, ഭഗവാന്റെ സ്വയംഭൂ. ഇതാണ് ദേവസ്വം ഓഫീസ്. ഇത് ചുറ്റുപാട് വഴിപാട് കൗണ്ടറുണ്ട്. ഭഗവാന്റെ പ്രസാദങ്ങളൊക്കെ വീടുന്ന് വേണമെങ്കിൽ വേണം. ചുറ്റുപാടും വഴിപാട് കൗണ്ടറാണ്. എല്ലാ സ്ഥലത്തും വഴിപാട് കൗണ്ടറുണ്ട്. നിങ്ങൾക്ക് പ്രസാദം ഇവിടുന്ന് വാങ്ങാം കേട്ടോ. ഇതാണ് നമ്മുടെ കൊട്ടിയൂർ ദേവസ്വത്തിന്റെ വകയുള്ള അന്നദാന കൗണ്ടർ. നല്ല ക്യൂ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം കൊട്ടിയൂര് മലയാളികളെക്കാട്ടും കൂടുതൽ കർണാടകക്കാർ തമിഴ്നാട്ടുകാരാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അത്രയും ആൾക്കാർ നമുക്ക് നമ്മളെ ചുറ്റുപാടും കൂടി നടന്നു പോകുമ്പോൾ ഒരു കന്നഡക്കാരനെയും കാണാൻ സാധിക്കും. തമിഴന്മാർ ചുരുക്കമാണ്, എന്നാലും തമിഴന്മാരുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്രാവശ്യം കൊട്ടിയൂർ. ഞാൻ പോയ സമയത്ത് തന്നെ ഒരുപാട് കന്നഡ സംസാരിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കൊട്ടിയൂർ ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. മുന്നേ കഴിഞ്ഞ പ്രാവശ്യം പോയ വീഡിയോ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. കൊട്ടിയൂർ എല്ലാ ഹിന്ദു വിഭാഗത്തിലെ കാസ്റ്റുകാർക്കും അവിടെ സ്ഥാനങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ചാക്യാർ കൂത്തിൻ്റെയാണ്. അതുപോലെ തന്നെ ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് കൊട്ടിയൂർ ഐതിഹ്യം എന്നൊക്കെ ഞാൻ ഓൾറെഡി മറ്റേ പഴയ വീഡിയോയിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും കൂടിയായിരിക്കും. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട് സതി ദക്ഷൻ്റെ യാഗത്തിൽ വന്ന സമയത്ത് ആത്മാഹൂതി ചെയ്തതും അതിൻ്റെ ആയിട്ടുള്ള ശിവൻ്റെ വന്നിട്ട് ദക്ഷൻ്റെ കഴുത്തിറക്കുന്നു, അതിനൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് കഥ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് മണിക്കിണറാണ്. കൊട്ടിയൂർ തീർത്ഥജലം. നമുക്ക് അവിടുന്ന് ആളുകൾക്ക് ആ കിണറിന് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. അതിങ്ങനെ അവിടെ ഒരു ദേവസ്വത്തിൻ്റെ ആൾ നിങ്ങൾക്കിപ്പം കാണുന്നില്ലേ, ഒരു കയ്യിൽ എടുത്തു കൊടുക്കുന്നു. നല്ല തണുത്ത വെള്ളമായിരിക്കും കേട്ടോ. അത് നല്ല തെളിനീർ തണുത്ത വെള്ളം, ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണത്. അപ്പോൾ ദക്ഷയാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൊട്ടിയൂർ
കഥ എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇതാണ് നമ്മുടെ മണിത്തറ. ഇവിടെ അല്ല നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള മാല, കമ്മല്, മോതിരം അങ്ങനത്തെ വാങ്ങിക്കാനുള്ള കടകളും, ഓടപ്പൂ വാങ്ങിക്കാനുള്ള കടകളും, ഇതേപോലത്തെ സ്നാക്സ് ഒക്കെ വാങ്ങാനുള്ള കടകളും ഉണ്ട്. ഇതൊക്കെ മാങ്ങ തിന്ന ഷൊന്നവും അപ്പൂസും. അങ്ങനെ നമ്മൾ അക്കരെ കൊട്ടിയൂരെ ദർശനം കഴിഞ്ഞിട്ട് ഇക്കരെ കൊട്ടിയൂരേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല തിരക്കാണ്, നല്ല തിരക്കും, മഴ ചാറുന്നുമുണ്ട്. പക്ഷേ മഴയൊന്നും നമുക്കൊരു വിഷയമല്ല. പെരുമാളിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ കൊണ്ടുപോകണം ദർശനം നേടാൻ. അതൊരു പ്രത്യേക ഫീലാണ്. മഴ കൊണ്ടിട്ട് ദർശനം നേടുമ്പോൾ നിങ്ങൾക്ക് അത് ഇതുവരെ വരാത്തവർക്കോ അല്ലെങ്കിൽ വന്നവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൊട്ടിയൂർ വന്നു കഴിഞ്ഞാൽ മഴ നനയണം. മഴയില്ലാത്തൊരു കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. അത് കണ്ണൂരുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. ഏതാ തിരക്ക് നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ കൊട്ടിയൂർ ഇതുവരെ വരാത്തവർ വരുമ്പോൾ മഴയൊക്കെ കൊണ്ടിട്ട് പോവുക. ഈ അക്കരെ കൊട്ടിയൂർ ഉത്സവം നടക്കുമ്പോൾ ഇക്കരെ കൊട്ടിയൂർ പ്രദക്ഷിണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ചടങ്ങുകളോ അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഇക്കരെ കൊട്ടിയൂർ നമുക്ക് പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല എന്നും കൂടി ഉണ്ട്. അപ്പോൾ എന്നാലും എല്ലാവരും വന്ന് ഇക്കരെ കൊട്ടിയൂരും കൂടി തൊഴുതിട്ട് അക്കരെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ സമയത്ത് തിരിച്ചു പോകാറുള്ളൂ. പൂന്താനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയൊക്കെ ഉണ്ട് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംമാരെ ഉണ്ടാവും. ഇക്കരെ കൊട്ടിയൂർ തന്നെ നമുക്ക് ദേവസ്വത്തിൻ്റെ, നിങ്ങൾ ആ കാണുന്നത് ദേവസ്വത്തിൻ്റെ ഊട്ടുപുരയാണ്. അവിടെ നമുക്ക് ഫ്രീ അന്നദാനം ദേവസ്വത്തിൻ്റെ വകയുണ്ട്. നമ്മൾ ഇക്കരെ കൊട്ടിയൂർ നമുക്ക് 3 അന്നദാനമുണ്ട്. ഒന്ന് IRPC, പിന്നെ സേവാഭാരതി, പിന്നെ ദേവസ്വത്തിൻ്റെ സ്വന്തം അന്നദാനം. അക്കരെ കൊട്ടിയൂർ നമ്മുടെ നേരത്തെ കണ്ട ദേവസ്വത്തിൻ്റെ അന്നദാനം. അങ്ങനെ നമ്മുടെ കൊട്ടിയൂർ ഓടപ്പൂ കെട്ടിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊട്ടിയൂർ പോയി വന്നിട്ട് ഈ ഓടപ്പൂ ഇങ്ങനെ കെട്ടുമ്പോൾ, വീട്ടിലിങ്ങനെ കെട്ടി തൂക്കുമ്പോൾ പ്രത്യേക ഫീലാണ്.